ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബവിത വിനോദ് കുമാർ, കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് കല്ലിക്കണ്ടി എന്ന പ്രദേശത്ത് നിന്ന് വരുന്നത്. കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വന്തം നാടാണ് എൻ്റെ കല്ലിക്കണ്ടി എന്ന് പറയുന്നത്. അതായത് രമേശേട്ടാ, എന്നോട് ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുറെ ആൾ എന്നോട് ചോദിച്ചു, ഇത് ഏത് ഭാഷ, കണ്ണൂർ ജില്ലയല്ല കോഴിക്കോട് ജില്ലയല്ല എന്ന്. അതായത് ഉത്തമ അല്ല രമേശേട്ടാ, കല്ലിക്കണ്ടി പാലം, ചറ്റക്കണ്ടി പാലം, കല്ലിക്കണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രം, ചറ്റക്കണ്ടി മടപ്പുര ക്ഷേത്രം, പിന്നെ കാവക്കുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 10ാം വളവിലോട്ട് അങ്ങോട്ട് നീങ്ങിയാല് ഈ കുടിലിന്റെ മാണിക്യത്തിന്റെ വീടാണ് കേട്ട. ഞാൻ ഓരോരോ കണ്ടന്റ് കൊണ്ടുവന്നേരം രജി സാറ് പറയാ കൗണ്ടർ പോരാന്ന്. ഞാൻ അങ്ങനെയാ, ആവശ്യത്തിന് വരുമ്പോ കത്തൂല. അതായത് എന്റെ നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ രാത്രിയാണോട്ട് കത്തുകയില്ല, പകലാണെങ്കിൽ ഓഫ് ആകുകയില്ല. അതുപോലെ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരി ആണെങ്കിലോ എനിക്ക് തൊഴിലില്ല. വെറും ഏകദേശം 300 ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത ഒരു ഭാഗ്യവതിയാണ് ഞാൻ കേട്ടാ. അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് അത് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. എനക്കാണെങ്കിൽ ടീച്ചിങ് ഫീൽഡിലോട് ഭയങ്കര താല്പര്യം. ഞാൻ അങ്ങനത്തെ സ്ഥലത്തെ ജോലിക്ക് പോകും. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരിയാണ്. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കും. ആടുള്ള സാറ് പറഞ്ഞ്, ബവിത ടീച്ചർ ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം വരുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമല്ലേ ഭക്ഷണമെല്ലാം കഴിഞ്ഞാല് ഞമ്മക്കൊരു ഉറക്കെല്ലാം ഉണ്ടാവും. സാറ് പോകാൻ കാക്കുന്നേ ഉറങ്ങ. സാറ് AC ഓണാക്കിട്ടേനും പോയ 2 സ്റ്റാഫും കൂടി ഉണ്ടേനും. ഒരു ക്യാമറ കാണാത്ത സ്ഥലത്തും പോയിട്ട് ഉറങ്ങി, ഞാൻ ക്യാമറ കാണുന്ന സ്ഥലത്തും പോയിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി നോക്കുമ്പോ എന്നോടങ്ങ് കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങിപ്പോയി. സാറ് വന്നപ്പോ എന്ത് പറയേനാ, കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഭവിതേനെയാ കാണുന്ന. ഭവിത, go to your houses. Don't repeat it. ഇങ്ങനെയാണോ ജോലി, ഉറങ്ങിയിട്ടാണോ ജോലി തീർക്കുന്നതെന്ന് ഞാനൊന്നങ്ങ് പേടിച്ചു പോയി. AC ഇട്ട കൊണ്ടല്ലേ ഞാൻ ഉറങ്ങിയതല്ലല്ലോ. അങ്ങനെ ഇംഗ്ലീഷ് വശമില്ലാത്ത എനിക്ക് മനസ്സിലായി. ഈ ഗെറ്റ് ഔട്ട് അടിച്ച് അവിടെ നിന്നും എന്റെ ജോലി പോയി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെയോ കർത്താവ് പറഞ്ഞിന് മുട്ടുവീൺ തുറക്കപ്പെടുന്നു. ഇതും ഇതിലപ്പുറവും ചാടിക്കടന്നവളാണ് KK ഭവിത. അങ്ങനെ വേറൊരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോയി. പെട്ടെന്ന് തന്നെ കിട്ടീനേട്ടാ, കുഴപ്പമില്ല, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ആടുള്ള സാറ് പറഞ്ഞ്, എന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഭവിത, ഇനി ഒന്ന് അറ്റൻഡൻസ് എടുക്ക്, ഞാൻ വേഗം വരാന്ന് പറഞ്ഞ് സാറ് മൈക്കാൻ കഴിച്ചിട്ട് ആടെ വെച്ച്. അപ്പൊ ഞാൻ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ 100 കുട്ടികളുണ്ട്. അവിടെ കഴിഞ്ഞ ഈ മൈക്ക കണ്ടപ്പോ എനിക്കൊരു ബല്ലാണ്ടും എന്റെ അമ്മ, പാട്ടോ പാടണ്ടേ അറ്റൻഡൻസോ എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഈ പാട്ട് മൈക്ക് കണ്ടാ പിന്നെ എനിക്ക് 2 പാട്ടങ്ങ് പാടണം. അങ്ങനെ ഞാനെന്ത് വിചാരിച്ചു, വേഗം അറ്റൻഡൻസ് അങ്ങ് എടുത്ത് തീർക്കാം, എന്നിട്ട് പാട്ട് പാടാന്ന് വിചാരിച്ചിട്ട് അറ്റൻഡൻസ് എടുത്തിട്ട് നോക്കുമ്പോ ഞാൻ ആദ്യം ഇംഗ്ലീഷിലൊന്ന് അറ്റൻഡൻസ് പറയാൻ തുടങ്ങി. 1 2 3 4 അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനക്ക് ഓർമ്മ വന്നു, പഠിച്ചോനെ 20 കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഞാൻ എന്തെന്നാ പറയാ. അപ്പൊ ഞാനെന്ത് ചെയ്ത് ഈ മലയാളത്തിൽ അങ്ങ് അറ്റൻഡൻസ് എടുത്ത് 1 2 3 4 5 6 7 8 9 10 എന്നും പറഞ്ഞ് അറ്റൻഡൻസ് വേഗം അവിടെ തീർത്ത്. അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മൈക്ക് എടുത്ത് കയ്യെ പിടിച്ച് എന്റെ കേശുമാമന്റെ പാട്ടൊന്ന് പാടി കേട്ടാ. സന്ധ്യയായാൽ ശല്യമാ ചേട്ടാ, സന്ധ്യയേക്കാൾ കഷ്ടമാ ചേട്ടാ, ആളിന്റെ തല കണ്ടാൽ എന്തേലും ചെയ്യും ഞാൻ, ഇനി എന്നെ ശല്യം ചെയ്യല്ലേ, സന്ധ്യയായാൽ ശല്യമാ ചേട്ടാ. ഇതും കേട്ടോണ്ട് മാഷ് വന്ന്, മാഷ് എന്നെ ഒരു നോട്ടേങ്ങ് നോക്കീന്. അപ്പോഴ എന്നോട് പറയാ, go to your houses, don't repeat it, get out എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഞാൻ ഇതേ ചെയ്തുള്ളൂ കേട്ടാ, വേറൊന്നും ചെയ്തില്ല. അതിനാ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഗെറ്റ് ഔട്ട് അടിച്ചതാണ്. അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി എന്റെ വീട്ടിൽ അങ്ങ് പോയി. എന്റെ ഭർത്താവിനെ അറിയാം. എന്റെ ഭർത്താവിന് വെച്ചാൽ ഒരേ ഒരു റൂളുള്ളൂ, ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നതിന്റെ മുമ്പേ ഞാൻ വീട്ടിലെത്തണം. എന്തിനാണെന്നാ, പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അങ്ങനെയാണ്. പിന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്നെ ഇങ്ങനെ കാണണം, അതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എത്തിയില്ല എങ്കിൽ ചേട്ടന് മനസ്സിലാവും എന്താന്നറിയാ, ഭവിതക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അന്ന് ഞാൻ ലേറ്റായി വന്നപ്പോ ഓർക്ക് തോന്നി എന്തോ ഒരു അപകടം സംഭവിച്ചിരുന്നു. എന്നേരം എന്നോട് ചോദിച്ചു, എന്താ ഭവിത എനിക്കെന്താ പറ്റിയ, വല്ല അപകടവും വന്നിനോന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സംഭവം എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്ത്.
അല്ല വിനോട്ടാ, ഇങ്ങനെയല്ല ഇല്ല. ഞാൻ ഏടെ പോയാലും ഒരു ജോലിക്ക് തടസ്സം. ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാ മാഷ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. എന്റെ ഭവ്യമോളെ, സങ്കടപ്പെടണ്ട, ഒന്നും വിഷമിക്കണ്ട. ഞമ്മക്കൊരു ജോത്സ്യനെ കാണാൻ പോകാന്ന് പറഞ്ഞു. നേരം വെളുക്കുമ്പോ ഞമ്മളെന്ത് ചെയ്ത് ഈ ജോത്സ്യൻ ഞങ്ങൾ കാണുവാൻ പോയി. ജോത്സ്യൻ കബഡി ഇങ്ങനെ നിരത്തി. ചുക്കാമരതകം ശശിവർണം ചതുർഭുജം സന്ദേഹങ്ങളുടെ നായകം. രാവിലെ അമ്മ കുളിപ്പിക്കും, കുത്തനുടുപ്പോൾ ഉടുവിക്കും, പുസ്തക സഞ്ചി എടുപ്പിക്കും. ഉമ്മ രാവിലെ മോന്നിച്ച് നാഹാ സ്വാഹ എന്ന് പറഞ്ഞ് അപ്പോൾ ജോത്സ്യം പറഞ്ഞ് സരസ്വതി കോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർ എന്നോട് മിണ്ടുമെല്ലാം ചെയ്യും കേട്ടാ. ഞാൻ രാവിലെ പാലും വാങ്ങിച്ച് ഓരോട് ഭർത്താനെല്ലാം പറഞ്ഞിട്ട് വന്നിയല്ലേ. ഓർക്കൊന്നുമില്ല, സരസ്വതിക്കൊന്നുമില്ല. അല്ല, നിങ്ങൾ ആദ്യാക്ഷരം കുറിച്ചില്ല. അതായത് ഹരിശ്രീ ഗണപതേ യനമ ആദ്യാക്ഷരം കുറിച്ചില്ല. ഞെട്ടിപ്പോയി ഞാൻ കേട്ടാ. ഞാൻ പഠിച്ച് ബികോം ഫസ്റ്റ് ക്ലാസ് ആയ ഞാൻ ആദ്യാക്ഷരം കുറിക്കാണ്ടാ പോലും ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആയത്. ഞാൻ വേഗം ഓടിച്ചെന്ന് എന്റെ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇങ്ങളി ചതി എന്നോട് ചെയ്യണ്ടേനു. എന്നെ ഹരിശ്രീ എഴുതി കണ്ടല്ലേ അമ്മ നിങ്ങൾ എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്ത. അന്നേരം അമ്മ പറയാ, ഇനി 3 വയസ്സായപ്പോ ഇനി അങ്ങ് ഹോസ്പിറ്റലിൽ അന്ന് ഗ്ലൂക്കോസ് കയറ്റും അരിയിൽ എഴുതാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ ഇനി വെച്ചടി അങ്ങ് കയറി ബികോം വരെ എത്തിപ്പോയപ്പോയില്ല. ഇനി എന്താ അരിയിൽ എഴുതിക്കൂടി, എനിക്ക് ജോലിക്ക് തടസ്സം വേണമെങ്കിൽ ഇനി ഇപ്പം തന്നെ അരിയിൽ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങളെന്ന് പറയുന്നത് ഞാനൊക്കെ ഇവിടെ 30 വയസ്സായില്ലേ. 30 അല്ല ഈ കാഴ്ചയുള്ള 61 ആയിട്ടല്ല അരിയിൽ അങ്ങ് എഴുതി കൂടറോന്ന് എന്റെ അമ്മേൻ്റെ ഒരു ഭർത്താനം. അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഇത് മക്കളെ മുമ്പെന്ന് ഞാൻ ഈ പരിയിൽ എഴുതണല്ലോ. എന്റെ മക്കളെ മുമ്പ് നാണല്ലേ ഇനി പരിയിൽ എഴുതണ്ടേ. ഞാൻ പറഞ്ഞു, എന്തെന്നാ നിങ്ങൾ പറയുന്നേ? ഈ പിള്ളേരെ മുമ്പെന്നാ ഞാൻ ഇങ്ങനെ അരിയിൽ എഴുതണ്ടേ നിങ്ങളൊന്ന് പറയുന്നേ. എനിക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി, ഞാൻ എപ്പം പോയാലും ജോലിക്ക് തടസ്സവും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനി അരിയിൽ എഴുതാൻ പോകാന്ന്, തടസ്സം അങ്ങ് മാറട്ടെ. അപ്പൊ സാധാരണ 3 വയസ്സിൽ അച്ഛൻ്റെയും അമ്മേന്റെ നടുവിൽ ഇരുന്നിട്ട് അല്ലെ മടിയിൽ ഇരുന്നിട്ടായിരിക്കും അരിയിൽ എഴുതുക. ഇത് 3നോട് പൂജയും കൂടിയും കൂട്ടി 30 വയസ്സിലാണ് ഞാൻ ഇവിടെ അരിയിൽ എഴുതുന്നത്. ഭർത്താവിന്റെ 2 മക്കളെ നടുവിൽ ഇരുന്നിട്ട് അരിയിൽ എഴുതിയ ഒരു ഭാഗവതിയാണ് ഈ ഭവിത കേക്ക്. അങ്ങനെ നമ്മള് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി അരിയിൽ എഴുതാൻ ഇരുന്നവരെയൊന്നും പറയണ്ട പഠിച്ചവനെ. ആടെ എത്തിയവരെ നമ്പൂരി പറയാ, ഓരോ 3 വയസ്സോ 4 വയസ്സുള്ള കുഞ്ഞുങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന കണ്ട് എനിക്കിവിടെ 30 വയസ്സായി. പഠിച്ചവനെ എല്ലാവരും നമ്പൂരിനെ മടിയിലിട്ടിച്ചിട്ടാ മക്കളെ ഈ അരിയിൽ എഴുതുന്നത്. എന്റെ മോളോട് പറഞ്ഞു, മോളെ ഞാനിപ്പോ ഈ നമ്പൂരിനെ മടിയിൽ എഴുതി ഇരുന്നിട്ടാണോ അരിയിൽ എഴുതണ്ടേ? അമ്മ സാരമില്ല അമ്മ, എന്താണ് അമ്മ അരിയിൽ എഴുതുന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നമ്പൂരി എന്നോട് പറയാ, ആ കുഞ്ഞിനെ ഇങ്ങ് എടുക്കുക, എന്റെ മടിയിലൊന്ന് വെക്കുക. ഞാൻ പിന്നെ അങ്ങ് പോട്, നിങ്ങളോട് പറഞ്ഞ കേട്ടില്ല, കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് വരുവാ. അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു, ഇതന്നെയാ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി എന്നെ കണ്ടാൽ ഒരു നോട്ടേങ്ങ് നോക്കീന്. അപ്പോൾ അവർക്ക് മനസ്സിലായി. ആടെ ഇരുന്ന് ഭർത്താവിന്റെ 2 മക്കള് നമ്പൂതിരി ഞാൻ ആടെ ഇരുന്ന് ഹരിശ്രീ ഗണപതേ യനമ അങ്ങനെ ആദ്യാക്ഷരം കുറിച്ച്. നമ്പൂരിക്ക് പോലും ചിരിവന്നിന് കേട്ടാ. ഇനി ഏടെ കണ്ടാലും നമ്പൂരി എന്നെ മറക്കൂല. ഈ ഭവിതാക്കേനെ നമ്പൂരി മറക്കൂല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എത്തിപ്പെടുന്നത് അജമ്മാഷയുടെ കോളേജിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അജമ്മാഷ് എന്നോട് പറയാ, ഭവിത റൂൾ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. ഞാൻ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഗിവർ റൂൾ അവിടെ പറഞ്ഞു കൊടുത്തു. ഇനി ഡെഫിനിഷനും കൂടി വേണ്ടേ? അക്കൗണ്ടിങ് is the art of finding for recording, classifying, summarizing in significant manner any terms in money, transaction and even which at part result thereof. രമേശേട്ടാ, എനിക്ക് എന്താ പറ്റിയ രമേശേട്ടാ? രമേശേട്ടാ, എനിക്കൊന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റിയില്ല അല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും എന്നാലേ. അപ്പോൾ അജമാഷ് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ അജമാഷ കോളേജില് ഞാനിപ്പം തുടർച്ചയായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജോലിക്ക് പോന്ന്. പിന്നെ ആർക്കെങ്കിലും ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ കേട്ടാ, ഹരിശ്രീ നേരത്തെ തന്നെ അങ്ങ് കുറിച്ചോളൂ. പിന്നെ ഭവിതനെ പോലെ 30-ാം വയസ്സിൽ അരിയിൽ എഴുതേണ്ട വരുവേ. ഇതോടുകൂടി എന്റെ ഫണ്ട്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണും വരെ സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.